ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജ കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായു തദപി ന മുഞ്ജത്യാശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാലം ഇങ്ങനെ മാറി മാറി വരും. ഇത് പകലായി രാത്രിയായി, വീണ്ടും പകൽ, വീണ്ടും രാത്രി, വീണ്ടും പകൽ, ഇങ്ങനെ മാറുകയാണ്. അതുപോലെ സായം പ്രാതഃ സന്ധ്യാസമയമാകും, പ്രഭാതമാകും, പ്രഭാതമായാൽ സന്ധ്യയാകും, സന്ധ്യയായാൽ വീണ്ടും പ്രഭാതമാകും. അങ്ങനെ പ്രഭാതവും സന്ധ്യയും അങ്ങനെ മാറി മാറി വരും. രാത്രിയും പകലും മാറി മാറി വരും. അതുപോലെ ശിശിരവസന്തവും പുനരായാത. ശിശിരം മഞ്ഞുകാലം, വസന്തം വസന്തകാലം, ഗ്രീഷ്മകാലം വേനൽക്കാലം, വർഷകാലം ശരത്കാലം, ഇങ്ങനെയുള്ള ഋതുക്കളും ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം വസന്തം വരും, അത് കഴിഞ്ഞാൽ ഗ്രീഷ്മമായി, ഗ്രീഷ്മം കഴിഞ്ഞാൽ വർഷത്വമായി, വർഷത്വമായി ശരത്കാലമായി, പിന്നെ ഹേമന്തവും ശിശിരവും, അങ്ങനെ 6 ഋതുക്കൾ. അത് ക്രമേണ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പകലും രാവും മാറി വരുന്നത് പോലെ പ്രാതസന്ധിയും പ്രാതകാലവും പ്രഭാത സന്ധിയും ഉണ്ടാകുന്നത് പോലെ ഈ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ കാലക്രീഡതി, കാലം കളിക്കുകയാണ്. ദിനവും രാത്രിയും വീണ്ടും വീണ്ടും വരും. അതുപോലെ സായം പ്രാതകാലവും സന്ധ്യാസമയം വീണ്ടും വീണ്ടും വരും. അതുപോലെ ശിശിരാദികളായ ഋതുക്കളും വീണ്ടും വീണ്ടും വരും. പക്ഷേ ആശ, നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരില്ല. അതിന് ഓരോ ക്ഷണവും പോയി എന്നാണ്. അതാണ് കാലക്രീഡ ഗച്ഛത്യായുഹു. ആയുസ് ഗമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനെ ഓരോ ക്ഷണവും അങ്ങനെ അങ്ങനെ നശിച്ച് പോവുകയാണ്. പക്ഷേ താൻ മനുഷ്യൻ ആരും വിചാരിക്കുന്നില്ല, എൻ്റെ കാലം, എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടല്ലോ, ആയുസ് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കില്ല. പക്ഷേ ആയുസ് തിരിച്ചു കിട്ടുന്നതല്ല, ഒരു ക്ഷണം പോയാൽ പുറകെ തന്നെ. ഇതൊക്കെ ആയാലും തദപിന മുഞ്ചത്യാശാവായു. ആശാവായു എന്ന് പാഠമുണ്ട്, ആശാപിണ്ഡം എന്ന് മറ്റൊരു പാഠമുണ്ട്. തദപി, എന്നിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടാൽ തന്നെയും തദപി, എന്നിട്ടും ആശാ പിണ്ഡം ന ജഹതി. ആശ, നമ്മുടെ ആശ എന്ന് പറയുന്നത് നമ്മുടെ ശരീരപിണ്ഡത്തിൽ വിട്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ആശാവായു, ആശയാകുന്ന വായു നമ്മെ വിട്ടുപോകുന്നില്ല. തദവിനെ മുഞ്ചതി, മുഞ്ചതി ഉപേക്ഷിക്കുന്നു, എന്നാൽ മുഞ്ചതി ഉപേക്ഷിക്കുന്നില്ല, വിടുന്നില്ല, വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് ഹേ മനുഷ്യ, നീ ഇതൊന്നും വിചാരിക്കാതെ എൻ്റെ ആശയെ വിട്ട് പോകാനുള്ള വഴി നോക്കൂ. ആശയെ വിടുക. പക്ഷെ ആശയെ വിടാൻ എളുപ്പമല്ല. ആശയെ വിടണം. ആശയെ വിടണമെങ്കിൽ ഭഗവാന്റെ നിരന്തരമായ സ്മരണം ഉണ്ടാവണം. നിരന്തര സ്മരണത്തിൽ കൂടി, ഭഗവത് ധ്യാനത്തിൽ കൂടി ആശയെ ജയിക്കുക.